എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് സോയ ചങ്ക്സിൻ്റെ ഗ്രേവിയാണ്. സോയ ചങ്ക്സ് പൊതുവേ നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് അത് 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം അത് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് വലുതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ മുറിച്ചെടുക്കുക 4ആയിട്ട്. ഇല്ല ചെറിയ സോയ ചങ്ക്സ് ആണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ഫ്ലെയിം ഓണാക്കുക, പാൻ വെക്കുക. 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി വേണ്ടിയത് 5-6 ചെറിയ ഉള്ളിയാണ്. 5-6 കൊച്ചുള്ളിയും ചേർത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ അതും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റണം. വഴറ്റുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. 10-15 മിനിറ്റ് വഴറ്റേണ്ടി വരും. ഇനി കറിവേപ്പില അല്ലെങ്കിൽ മല്ലിച്ചീര ചേർക്കാം. തക്കാളി ഒരു തക്കാളി ചേർക്കാം. നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇതും ഒരു 3-4 മിനിറ്റ് വഴറ്റുക. ഇത് വഴറ്റി കരിഞ്ഞു പോകരുത്. മുളക് പൊടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. നമുക്ക് മുറിച്ച് വെച്ച സോയ ചങ്ക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ സോയ ചങ്ക്സ് മസാലയായിട്ട് നല്ലോണം യോജിക്കണം. ഒരു പൊട്ടാറ്റോ അരിഞ്ഞത് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-12 മിനിറ്റ് വരെ ഈ സോയ ചങ്ക്സ് വെള്ളം ചേർക്കാതെ ഈ മസാലയുമായിട്ട് നല്ലോണം യോജിപ്പിക്കുക. അപ്പോൾ ഓരോ സോയ ചങ്ക്സിലും ആ മസാലയുടെ ടേസ്റ്റ് ഉണ്ടാകും. നല്ല രീതിയിൽ ഓരോ 3 മിനിറ്റിലും നിങ്ങളൊന്ന് തുറന്നു നോക്കുക. ഒരു അല്പം പോലും താഴെ പിടിക്കില്ല. കാരണം സോയ ചങ്ക്സിൽ നിന്നും വെള്ളം ഇറങ്ങും. അല്പം പോലും വെള്ളം ഇടാതെ വേണം 10-12 മിനിറ്റ് നിങ്ങളൊന്ന് വഴറ്റിയെടുക്കാൻ. ഇതിന് ശേഷം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവും ആഡ് ചെയ്യാം. തേങ്ങാപ്പാലില്ല എങ്കിൽ തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റ് തരും. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്തത്. തേങ്ങാപ്പാൽ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. 3-4 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കുക. ഇതൊരു 10-12 മിനിറ്റ് ആകുമ്പോൾ സോയ ചങ്ക്സ് നല്ല രീതിയിൽ വെന്ത് കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കവും മല്ലിച്ചീരയും സവാളയും വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്.